ഇന്ന് ഞാൻ മാർച്ച് മാസമല്ലേ, ഇപ്പൊ ചൂട് കൂടുതലുള്ള സമയമല്ലേ, അപ്പൊ അതിന്റെ പേരിൽ ഞാനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ വെള്ളത്തിന് എവിടെയെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതിയല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ അതിന് പറ്റിയ നല്ല വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഐറ്റമാണ് ഞാൻ കാണിക്കുന്നത്. അത് വെണ്ടത്തൈയാണ് ഞാൻ നടുന്നത്. അപ്പൊ അത് എങ്ങനെ നടുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ നിന്ന് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ കുമ്പളത്തിന്റെ ഇതായതിന്റെ പേരിൽ നല്ല തണവ് കിട്ടുന്നുണ്ട്, കുമ്പളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇത് ചെയ്യാടാ. ഇതാ ആദ്യം തന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ നടാം. അപ്പൊ അതിന് വേണ്ട കരിയിലാണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇതാണ്ടാ നമ്മുടെ സാധാരണ കരിയിലാണ്. അപ്പൊ അത് നമുക്ക് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാം. അപ്പൊ ഗ്രോ ബാഗിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ നിറച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും വെള്ളം അതിൽ സ്റ്റോർ ചെയ്ത് നിൽക്കണം. ഈ മാർച്ച് മാസം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വെള്ളത്തിനൊക്കെ കുറവുണ്ടാവും. അപ്പൊ നമുക്ക് ഒരു ദിവസം നനച്ചില്ലെങ്കിൽ അത് രക്ഷപ്പെട്ട് പിടിച്ചു കിട്ടണം. അപ്പൊ ആ രീതിയിലുള്ള ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ നിറച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചകിരി ഉണ്ടല്ലോ, ഈ ചകിരിനെ ചകിരിയാണ്ട, ഈ ചകിരി നമ്മൾ ഈ സൈഡിൽ വെച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ. താത്തി നല്ല റെഡിയായിട്ട് താത്തി വെച്ചു കൊടുക്കാം. അപ്പൊ ഇതിൽ നിന്ന് വെള്ളം ഇതായിട്ട് അത് ഉള്ളിൽ സെന്ററിൽ കൊടുക്കരുത് കേട്ടോ. സെന്ററിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അവിടെ പോവാൻ ഭയങ്കര താമസം വരും, ഭയങ്കര പ്രശ്നങ്ങളാവും. അപ്പൊ ഈ സൈഡിൽ ഇതിങ്ങനെ വെച്ചു കൊടുക്കാം. പരമാവധി എത്ര ചകിരി കയറണോ അത്ര ചകിരി സൈഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ചകിരി നമ്മൾ ഇതിൽ കൊള്ളിച്ചിട്ടുണ്ട് എടാ. ഇതിൽ വെള്ളം സ്റ്റോർ നിന്നോളും. ചകിരി മറ്റേ ചകിരി ചോറാകുമ്പോൾ അങ്ങനെ നിൽക്കരുത്. ഇപ്പം മറ്റു ചകിരി അതിന്റെ പേരിൽ ഫുൾ ചകിരി അതിന്റെ പേരിൽ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് നിൽക്കും. അപ്പൊ നമ്മൾ ഇതേമാതിരി ചെയ്യാടാ. കരിയിൽ എത്ര ഒതുക്കാൻ പറ്റുന്ന അത്ര ഒതുക്കാം. അതിന് ശേഷം സൈഡിൽ ചകിരി വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മണ്ണിടാം. മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് നമ്മുടെ കുമ്മായം ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള 10 ദിവസം മുമ്പ് കുമ്മായമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് മണ്ണുണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചേക്കണം. അതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ മുന്നേ റെഡിയാക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ ഇതിൽ കുമ്മായം ഇട്ടിട്ടുണ്ട്, 10 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ചാണപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് മിക്സ് ചെയ്തിട്ടാണ് ഈ മണ്ണ്. പിന്നെ ഈ മണ്ണെന്ന് പറയുന്നത് ഞാൻ എൻ്റെ പച്ചക്കറികൾ ചെയ്തിട്ട് ബാക്കി അതിന് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള മണ്ണും കൂടി ഞാൻ ഇതിലിടും. അപ്പൊ നമുക്ക് വേറെ മണ്ണിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഈ മണ്ണ് തന്നെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള വളങ്ങളും കിട്ടിയല്ലോ. അപ്പൊ അതാണ് അപ്പൊ നമുക്ക് ഉപകാരപ്രദമായിട്ട് വരുന്നത്. എന്നിട്ട് ഇതിൽ മണ്ണിട്ടു ഫില്ലാക്കി വെക്കാം. എത്രത്തോളം മണ്ണിടാൻ പറ്റും അത്രത്തോളം ഇടാം. കണ്ടോ? ഇതിന്റെ ഉള്ളിൽ ഇനി വെള്ളം എങ്ങനെ പോയാലും കെടുക്കും. നമുക്ക് ഇന്ന് നനച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നനച്ചാലും കുഴപ്പം വരില്ല. ഇതിപ്പോൾ ഇങ്ങനെ നനച്ചില്ലേ, ഇനി നമുക്ക് ഇതിനൊന്ന് നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചെടുക്കാം. കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പൊ കരയിലിട്ടതിന്റെ പേരിൽ മണ്ണ് അതിൻ്റെ ഉള്ളിൽ കരയിലെ ഉള്ളിൽ താന്നു പോകും. അതിനുശേഷം വീണ്ടും കുറച്ച് മണ്ണ് ഇട്ടതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് സാവകാശം മണ്ണ് ഇറങ്ങിപ്പോയതിന് ശേഷം നട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ 2 രീതിയിലും നടാം. അപ്പൊ ഞാനിതിൽ ആദ്യം വെള്ളം ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് നടാം. നന്നായിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളം ഇതാവാൻ പറ്റണോ അത്രത്തോളം നടാവട്ടെ. നമ്മൾ വെള്ളം ഒഴിച്ച് അതിനൊരു മണ്ണ് ഇറക്കി കൊടുക്കണം. അപ്പൊ ഒന്നും കൂടി നമുക്ക് മണ്ണിടാൻ പറ്റും.
ഇതാണ്. ഇപ്പോൾ ഇത്രയ്ക്ക് മണ്ണ് ഇറങ്ങിപ്പോയില്ലേ, ഇനി നമുക്ക് അതിലേക്ക് വീണ്ടും മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെടി നടാം കേട്ടോ. ഇപ്പം മണ്ണ് ഇത് ഫില്ലായില്ലേ, ഇനി നമുക്ക് ഇതിൽ ചെടി നട്ടു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചെടി അതിൽ വെക്കുക കേട്ടോ. കുറച്ച് താഴ്ചയിൽ തന്നെ വെക്കുക, മുട്ടി നിൽക്കും. ഇത് നമ്മ തന്നെ പാവി റെഡിയാക്കി കൊണ്ടുവന്ന വെണ്ടത്തൈയാണ്. അതാണ് ഞാൻ ഇതിൽ വെക്കുന്നത് കേട്ടോ. അതൊന്ന് അമർത്തി കൊടുക്കുക. ഇപ്പം നമ്മുടെ വെണ്ടച്ചെടി നട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ദിവസമല്ല 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിനുള്ള തണവ് ഈ വെണ്ടയ്ക്ക് കിട്ടും. അപ്പം നമ്മൾ ആഴ്ചയിൽ 2 ദിവസം നനച്ചാലും ആ വെണ്ടച്ചെടി നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കിട്ടും. നല്ല വിളവും കിട്ടും, കാര്യങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. വേനൽക്കാലം ആകുമ്പോൾ ഭയങ്കര വെള്ളത്തിനുള്ള ടൈറ്റുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൽ വെണ്ടയും ചീരയാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ചീരയ്ക്കും വെള്ളം കണ്ടമാനം വേണം. അപ്പോൾ അതിൻ്റെ പേരിൽ വേനൽക്കാലത്ത് അതൊക്കെയാണല്ലോ കൂടുതൽ ആവശ്യം വരുന്നത്. അപ്പോൾ ഇത് വെണ്ടത്തൈ ഇങ്ങനെ നിങ്ങൾ നട്ടു നോക്ക്, നിങ്ങൾക്ക് നല്ല വിളവ് കിട്ടും, വെള്ളത്തിന് ലാഭിക്കാൻ പറ്റും, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വെണ്ടത്തൈയിലെ വെള്ളം സ്റ്റോർ ചെയ്ത് നടാൻ പറ്റണ ഒരു ചെടീനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.